നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മതിലകം പുതിയകാവ് പാപ്പിനിവട്ടം AMUP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ശോചനീയാവസ്ഥയിലായ ഇടശ്ശേരി സുനാമി സങ്കേതത്തിൽ MLAയും ജില്ലാ കളക്ടറും സന്ദർശനം നടത്തി. CP ട്രസ്റ്റിന്റെ നവോത്ഥാനം കാർഷിക പരിപാടിക്ക് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി T. സിദ്ദീഖ് തുടക്കം കുറിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനനുസരിച്ചുള്ള ആധുനിക വിദ്യാഭ്യാസം സ്കൂൾ തലത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ പറഞ്ഞു. മതിലകം പുതിയകാവ് പാപ്പിനിവട്ടം AMUP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അതൊക്കെ ആധുനിക രീതിയിലുള്ള ശക്തമായ വിദ്യാഭ്യാസം, കുറ്റമറ്റ വിദ്യാഭ്യാസം പ്രാഥമിക തലത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ടാവണം. ഗവൺമെന്റുകൾ തുടർച്ചയാണ്. കഴിഞ്ഞ കാല ഗവൺമെന്റുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങൾ പുതിയതായി വന്ന ഈ സർക്കാരും അത്തരം ചില പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയിൽ എല്ലാ സ്കൂളുകളിലും ഒരു ഡിജിറ്റൽ സ്ക്വയർ, ഈ സാങ്കേതിക വിദ്യയെ കുട്ടികളെ പരിചയപ്പെടുത്താൻ, അതുപോലെ തന്നെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ എറൈസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക് സയൻസും കുട്ടികളെ പരിചയപ്പെടുത്താൻ ഒക്കെയുള്ള ചില പദ്ധതികൾ വരാൻ പോവുകയാണ്. അപ്പോൾ ആധുനിക നിലവാരത്തിലേക്ക് നമ്മളുടെ വിദ്യാഭ്യാസത്തെ നമ്മൾ ഉയർത്തണം. സ്കൂളിന് സമീപം MB കുഞ്ഞബ്ദുള്ള സാഹിബ് നഗറിൽ നടന്ന ചടങ്ങിൽ സുബൈർ കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുൻ MLA E. T. ടൈസൺ മുഖ്യാതിഥിയായി. സീഷോർ ഗ്രൂപ്പ് MD മുഹമ്മദ് അലി, സ്കൂൾ മാനേജർ MK സൈഫുദ്ദീൻ, വാർഡ് മെമ്പർ RM ജലീൽ, PTA പ്രസിഡന്റ് ഡോക്ടർ ഷാഖി സന്ദീപ്, MPTA പ്രസിഡന്റ് അനിത ജിനിൽ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ കാക്കശ്ശേരി, പൂർവ്വ അധ്യാപക സംഘടനാ പ്രസിഡന്റ് KK കമലാവതി, പ്രധാന അധ്യാപകൻ BA മുഹമ്മദ് റാഫി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ MA ഷാഹിർ തുടങ്ങിയവർ സംസാരിച്ചു. പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് തയ്യാറാക്കിയ സ്മരണികയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം, വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടി. ദേശീയ കൈത്തറി ദിനത്തിൽ തൊഴിലാളികളെ അനുമോദിച്ച് പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ കൈത്തറി ദിനാചരണം പെരിങ്ങോട്ടുകര കൈത്തറയിൽ നടത്തി. കൈത്തറി യൂണിറ്റിലെ മുതിർന്ന തൊഴിലാളികളായ പ്രസന്ന PK, സുമന്ന PG എന്നിവരെ ആദരിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് അധ്യക്ഷത വഹിച്ചു. പോൾ പുലിക്കൂട്ടിൽ, റിജു കടക്കന്തറ, ജോസഫ് KP, പെരിങ്ങോട്ടുകര ഖാദി ഗ്രാമോദ്योग മാനേജർ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. തൊഴിലാളികളായ പ്രമീള, ശോഭന, വത്സല, ശീലകുമാരി എന്നിവർ പങ്കെടുത്തു. 2015 മുതലാണ് ദേശീയ കൈത്തറി ദിനമായിട്ട് സർക്കാർ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഒട്ടേറെ 100 കണക്കിന് ആളുകൾ ജോലി ചെയ്തിരുന്ന ഒരു കൈത്തറിയുടെ ശാലയാണ് ഇത്, നെയ്ത്തുശാലയാണ്. ഇന്നത്തെ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ കൈത്തറി ഉപയോഗിക്കുന്നവർ അന്നും ഇന്നും ഉപയോഗിച്ച് തുടങ്ങിയാൽ ആ രീതിയിൽ തന്നെ ഉപയോഗിക്കുകയുള്ളൂ. കാരണം അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തൊഴിൽ മേഖലയിലും തൊഴിലെടുക്കുന്നവർക്കൊക്കെ തന്നെ തക്കതായ കൂലി ലഭിക്കേണ്ട ഒരു ആവശ്യകതയും നമുക്ക് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏത് സർക്കാരുകൾ ഭരിച്ചാലും ആ സർക്കാരുകൾ അതിന് നേതൃത്വം കൊടുക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. CP ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വലപ്പാട് CP ജംഗ്ഷനിൽ വെച്ച് നടന്ന നവോത്ഥാനം കാർഷിക പരിപാടി സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി T. സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. ഒരു റിപ്പോർട്ട് വായിച്ച് പോകുന്നതിനിടയിൽ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ 2 കാര്യങ്ങൾ ചെയ്യുകയാണ്. ഒന്ന്, ആ റിപ്പോർട്ട് അസംബ്ലിയുടെ മുമ്പിൽ കൊണ്ടുവന്നു. 1258 ഭക്ഷ്യവസ്തുക്കൾ പരിശോധിച്ചപ്പോൾ, പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ പരിശോധിച്ചപ്പോൾ, ആ പരിശോധന നടന്നിട്ടുള്ളത്
കേരളത്തിലെ സർക്കാരിൻ്റെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ളതായിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ലാബുകളിലാണ്. ആ പരിശോധനയിൽ 62 എണ്ണം ക്രമാതീതമായിട്ടുള്ള വിഷം കലർന്നതായിരിക്കുന്ന പച്ചക്കറികൾ കണ്ടെത്തുകയുണ്ടായി, പെസ്റ്റിസൈഡ്സ് ഉൾപ്പെടെ. നമ്മൾ 1 കിലോ പച്ചക്കറി ഒരു കടയിൽ നിന്നും വാങ്ങുമ്പോൾ എല്ലാം അങ്ങനെയാണ് എന്നുള്ളതല്ല. നമ്മൾ 1 കിലോ പച്ചക്കറി വാങ്ങുന്ന സമയത്ത് വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഭാര്യയ്ക്കും സഹോദരനും സഹോദരിക്കുമൊക്കെ അല്പം കുറച്ച് കീടനാശിനിയും വിഷാംശവും വാങ്ങുന്നതിന് തുല്യമായി പച്ചക്കറി വാങ്ങുന്നവരാണ് നമ്മൾ. നമ്മളെല്ലാവരും ജീവിതശൈലി രോഗങ്ങൾക്ക് വിധേയരാണ്. ഇവിടെ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇതിന്റെ തൊട്ട് പിറകിൽ CP ട്രസ്റ്റ് നടത്തുന്ന സാരിക്ക നടത്തുന്നതായ അദ്ദേഹത്തിന്റെ പിതാവിന്റെ നാമധേയത്തിലുള്ളതായിരിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ പൂമുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. സൗജന്യമായി അദ്ദേഹം നടത്തുന്ന ഒരു വലിയ മനോഹരമായിട്ടുള്ള ഇടപെടലാണ്. ഞാൻ പറഞ്ഞത് എത്രത്തോളം ഗൗരവതരമാണ് കേരളത്തിലെ ഭക്ഷ്യ സംസ്കാരത്തിന്റെ ഭാഗമായി പച്ചക്കറി ഉൽപാദനത്തിൽ നിന്ന് വിളവുൽപാദിപ്പിക്കുന്ന മേഖലയിൽ നിന്ന് നമ്മളൊക്കെ അങ്ങ് മാറി വാങ്ങുന്നതായിരിക്കുന്ന ആളുകളിലേക്ക് മാത്രം നമ്മളങ്ങ് മാറിയപ്പോൾ കേരളത്തിന്റെ അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് പറയുന്നതായ പച്ചക്കറികളുടെ ഏറ്റവും വലിയ ഗൗരവതരമായ സ്വഭാവത്തെക്കുറിച്ച് നമുക്കാർക്കും ബോധ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാട്ടിക MLA ഗീതാ ഗോപി അധ്യക്ഷയായി. 50 ഏക്കറിലധികം സ്ഥലത്ത് വിവിധ കാർഷിക പദ്ധതികൾ നടപ്പിലാക്കുന്ന CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹിനെ മന്ത്രി ആദരിച്ചു. ഫാം രൂപകൽപ്പന ചെയ്ത് കൃഷി ഓഫീസർ സുഭാഷ്, ഫാം സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിൽ എന്നിവരെയും മന്ത്രി ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, തൃശൂർ റൂറൽ SP മുഹമ്മദ് നദിമുദ്ദീൻ, അമൽ ടി പ്രേമൻ, PI സജിത, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ, വിൽസൺ പുലിക്കോട്ടിൽ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരായ നിംബ ഫ്രാങ്കോ, മിനി ജോസഫ്, റൈഹാന, ലക്ഷ്മി കെ മോഹൻ എന്നിവർ സംസാരിച്ചു. റിട്ടയർഡ് JDA മിനി ES നൂതന കാർഷിക രീതിയും വളപ്രയോഗവും കീട സംരക്ഷണത്തെക്കുറിച്ചും വിശദമായ രീതിയിൽ ക്ലാസ് നയിച്ചു. 2 ഏക്കർ സ്ഥലത്ത് തയ്യാറാക്കിയ CP അഗ്രികൾച്ചറൽ ഫാം മന്ത്രി സന്ദർശിക്കുകയും പുതിയ തൈകൾ നടുകയും ചെയ്തു. ട്രസ്റ്റ് അംഗങ്ങളായ ഷമീർ മുഹമ്മദ് അലി, രവി, കിരൺ, ഗോപി, ജാഫർ, പ്രദീപ്, അജ്മൽ, പ്രസ്റ്റി എന്നിവർ നേതൃത്വം നൽകി. ഓണത്തിനായി വിവിധ ഇനം ചെണ്ടുമല്ലി കൃഷി, കയ്പ, പടവല, പച്ചമുളക്, വെണ്ട, വഴുതന, കുക്കുംബർ, പയർ, കൊള്ളി, വാഴ തുടങ്ങിയ പച്ചക്കറികളുമാണ് കൃഷി ചെയ്യുന്നത്. ഇടശ്ശേരി സുനാമി സങ്കേതത്തിൽ MLAയും ജില്ലാ കളക്ടറും സന്ദർശനം നടത്തി. തളിക്കുളം എടശ്ശേരി സുനാമി സങ്കേതത്തിൽ നിലനിൽക്കുന്ന രൂക്ഷമായ ശോചനീയാവസ്ഥയും താമസക്കാരുടെ ദുരിതങ്ങളും നേരിട്ട് കണ്ട് വിലയിരുത്തുന്നതിനായി നാട്ടിക MLA ഗീതാ ഗോപിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം സന്ദർശനം നടത്തി. തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജില ഗിരി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CN നൌഷാദ്, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, ചാവക്കാട് തഹസിൽദാർ, വിവിധ വകുപ്പുകളിലെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരാണ് MLAയോടൊപ്പം സുനാമി സങ്കേതം സന്ദർശിച്ചത്. സങ്കേതത്തിലെ നിവാസികൾ അനുഭവിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, ശുദ്ധജലക്ഷാമം, ഡ്രൈനേജ് സംവിധാനങ്ങളുടെ തകരാർ, വീടുകളുടെ ജീർണാവസ്ഥ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ സംഘം നേരിട്ട് പരിശോധിച്ചു. പ്രദേശവാസികളുടെ പരാതികളും നിർദ്ദേശങ്ങളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കേട്ടറിഞ്ഞു. നാട്ടിക ബീച്ച് റോഡിനോടുള്ള അവഗണനയ്ക്കെതിരെ BJP വാഴനട്ട് പ്രതിഷേധിച്ചു. തകർന്നു കിടക്കുന്ന നാട്ടിക ബീച്ച് റോഡ് പുനരുദ്ധരിക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടിക ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതിക്കെതിരെ BJPയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം BJP ജില്ലാ സെക്രട്ടറി സജ്ജനി മുരളി ഉദ്ഘാടനം ചെയ്തു. BJP നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് സെന്തിൽ കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബൂത്ത് പ്രസിഡന്റ് സന്തോഷ് തോപ്പിൽ, ജോഷി ബ്ലാങ്ങാട്, സോജൻ പുളിക്കൽ, അജീഷ്, പ്രണവൻ, രവി മയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏറ്റവും പ്രധാനപ്പെട്ട നാട്ടിക ബീച്ച് റോഡ് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ഞായറാഴ്ച ആയാൽ പോലും ഒരുപാട് പേര് ബീച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റോഡ് ഇത്രയും വളരെ മോശമായി കിടന്നിട്ട് ഇതിനു വേണ്ടി ഒരു പ്രവർത്തനവും ചെയ്യാൻ പറ്റിയിട്ടില്ല, ചെയ്തിട്ടുമില്ല. ഒരുപാട് കുട്ടികൾ, ഒരുപാട് അമ്മമാർ എല്ലാം വണ്ടികളും സൈക്കിളുമായിട്ട് പോകുന്ന
ഈ റോഡ് വളരെ മോശമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. വളരെ മോശമായിട്ട് എടുക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനു വേണ്ടി മഴക്കാലത്ത് ടാറിങ് കരാറെടുത്തിട്ടുണ്ട്. പക്ഷെ മഴക്കാലത്ത് ടാറിങ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒരു സൊല്യൂഷൻ കാണാൻ ചെയ്യാതെ ജനങ്ങളെ ദുരിതക്കയത്തിലേക്കാക്കുന്ന ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെ വേണ്ടിയുള്ള ഒരു സമര പരിപാടിയാണ് BJP ഇന്നിവിടെ ഇതായിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി. ക്ഷേത്ര മേൽശാന്തി സിജിത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, ജനറൽ സെക്രട്ടറി ശശിധരൻ കൊട്ടേക്കാട്ട്, ക്ഷേത്ര സംരക്ഷണ സമിതി കൺവീനർ ഗോപി കോരത്ത്, ക്ഷേത്രം സെക്രട്ടറി രതീഷ് കൂനത്ത്, സുഗതൻ തൊപ്പിയിൽ, അഡ്വക്കേറ്റ് TR ശിവൻ, പ്രദീപ് മാസ്റ്റർ, ജോഷി എരഞ്ഞെഴുത്ത് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ശ്രീനാരായണ ഗുരുദേവൻ 106 വർഷങ്ങൾക്ക് മുമ്പ് ദീപപ്രതിഷ്ഠ നടത്തിയ ചരിത്രപ്രസിദ്ധമായ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ മഹാഗണപതി ഹോമമാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ പൂജയ്ക്കും കർമ്മങ്ങൾക്കുമായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ നാടിൻ്റെ ഐശ്വര്യത്തിനും എല്ലാവിധ സമൃദ്ധിക്കും വേണ്ടി നടത്തുന്ന ഈ മഹാഗണപതി പൂജയിൽ പങ്കുകൊണ്ട് സായുജ്യമടയുന്ന ഈ ദിവസം എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ചേറ്റുവ യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 8ാം വാർഷികവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ക്ലബിന്റെ 8ാം വാർഷികത്തോടനുബന്ധിച്ച് സ്നേഹത്തിന് ഒരു കൈത്താങ്ങ് എന്ന പദ്ധതിയുടെ ഭാഗമായി നാടിന് സമർപ്പിക്കുന്ന ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ക്ലബ് രക്ഷാധികാരിയുമായ സേവ്യർ പുലിക്കോട്ടിൽ നിർവഹിച്ചു. അന്താരാഷ്ട്ര വാട്ടർ കളർ മത്സര ജേതാവ് സുധീഷ്, പാലക്കാട് ചെന്നൈ മ്യൂസിക് കോളേജിൽ നിന്നും BA മ്യൂസിക്കിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ആര്യ, കേരളോത്സവം ജില്ലാതല ജേതാക്കളായ അനുവിന്ദ് KS, ദേവിക, തൃശൂർ സഹോദയ ഫെസ്റ്റ് ലൈറ്റ് മ്യൂസിക് ജേതാവ് ഹെന ആയിഷ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇർഷാദ് K. ചേറ്റുവ, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീറ ഷബീർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നൌഷാദ് കൊട്ടിലിങ്ങൽ, RA സൈഫുള്ള, CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, CPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി PK രാജേശ്വരൻ, മുസ്ലിം ലീഗ് പ്രതിനിധി സുബാർ വലിയകത്ത്, കോൺഗ്രസ് ഏങ്ങണ്ടിയൂർ മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട്, BJP പ്രതിനിധി ഉഷ സുകുമാരൻ, ക്ലബ്ബ് പ്രസിഡന്റ് റിതു രമേശ്, സെക്രട്ടറി റിൻഷാദ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ കാലത്ത് നാട്ടിലെ ഏറ്റവും അനിവാര്യമായ ഒന്നായി മാറുകയാണ്. കാരണം നമ്മുടെ പുതിയ തലമുറയെ നല്ല നിലയിൽ കായികമായും കലാപരമായും സേവന തൽപരമായിട്ടുള്ള ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും. യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഐക്യം, ആളുകളുടെ ഐക്യത്തിൻ്റെ ഒരു പേരാണ് ഈ ക്ലബിന് നൽകിയിട്ടുള്ളത്. തീർച്ചയായും ആ ഐക്യം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കർക്കിടക മാസത്തിലെ കരുതൽ. അന്തിക്കാട് ഉമ്മറിന്റെ അരി വിതരണം 17ാം വർഷത്തിലും തുടർന്നു. കള്ളക്കർക്കിടകത്തിലെ വറുതിയിൽ നാട്ടുകാർക്ക് ആശ്വാസമേകി അന്തിക്കാട് കല്ലിടവഴി സ്വദേശി കുരിക്കപ്പീടിക ഉമ്മർ സൗജന്യ അരിയും കൊള്ളിയും പായസവും നൽകുന്ന പതിവ് 17ാം വർഷത്തിലും തുടർന്നു.
വിതരണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഉമ്മറിന്റെ വീടിന്റെ മുറ്റവും കവിഞ്ഞ് സമീപത്തെ റോഡരികിലേക്കും ആളുകളുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. ഓരോ വർഷവും 5 കിലോ കുറുവ അരി, 4 കിലോ കുള്ളി, പായസം എന്നിവയാണ് ഉമ്മർ വിതരണം ചെയ്യുന്നത്. അന്തിക്കാട് ആൽ സെന്ററിൽ പച്ചക്കറി കച്ചവടം നടത്തുന്ന ഉമ്മർ തന്റെ കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിൽ നിന്ന് 1,80,000 രൂപയോളം ചിലവഴിച്ചാണ് ഓരോ വർഷവും ബന്ധുമിത്രാദികൾക്കും നാട്ടുകാർക്കുമായി ഇത് നൽകി വരുന്നത്. മഴ തിമിർത്ത് പെയ്യുന്ന, ജോലിയും കൂലിയും പൊതുവെ കുറവായ കർക്കിടക മാസത്തിൽ നാട്ടുകാർക്ക് തന്നാലാവുന്ന ഒരു കൈത്താങ്ങ് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉമ്മർ ഈ കാരുണ്യ പ്രവർത്തനം തുടരുന്നത്. ഭാര്യ റംല, മക്കളായ ജംഷീർ, ജാഷിർ, ഷാരി എന്നിവരുടെ പൂർണ്ണ പിന്തുണയോടും പങ്കാളിത്തത്തോടും കൂടിയാണ് വിതരണ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയത്. 17 കൊല്ലമായിട്ട് ഞാൻ എല്ലാവർക്കും കർക്കിടക മാസത്തിൽ എന്നെ കൊണ്ട് ചെയ്യാവുന്നൊരു ചെറിയ സഹായം. ബിസിനസ്സിന് കിട്ടുന്ന കാശിന് ചെറിയൊരു വീട് ഒരുക്കി എൻ്റെ നാട്ടുകാരുടെ ഈ പരിസരത്ത് ഒരുപാട് ബുദ്ധിമുട്ടും കഞ്ഞി വെള്ളം കിട്ടാത്തൊരു അവസരം വന്നു കഴിഞ്ഞപ്പോൾ പലരും ഇദ്ദേഹത്തിനെ ഒന്ന് കാണുകയും ഒരു സഹായം അഭ്യർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് അദ്ദേഹം ആ വർഷം മുതൽ 17 വർഷം ആയി ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വീട്ടുകാർക്കും അയൽവാസികൾക്ക് കൂപ്പൺ കൊടുത്തുകൊണ്ട് 10, 600, 700 പേർക്കുള്ള പായസവും അരിയും, 5 കിലോ അരി, കൊള്ളിക്കിഴങ്ങ്, അതല്ലെങ്കിൽ പഞ്ചസാര എന്നിവ കൊടുത്തുകൊണ്ട് ഇത് മാറ്റി വെച്ചിട്ട് ഒരു വർഷം എത്തുമ്പോൾ ആ പൈസ കൊണ്ട് ഉണ്ടാവുന്ന അരി മേടിച്ച് എല്ലാവർക്കും കണ്ടില്ലേ, എല്ലാവരും എന്നിട്ട് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ മികവ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്ന മികവ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു. നാട്ടിക SN ഹാളിൽ നടന്ന ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി അധ്യക്ഷത വഹിച്ചു. നാട്ടിക MLA ഗീതാ ഗോപി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി രതീഷ് കുമാർ R പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള ഏങ്ങണ്ടിയൂർ, വാടാനപ്പള്ളി, തളിക്കുളം, നാട്ടിക, വലപ്പാട് എന്നീ പഞ്ചായത്തുകളിൽ നിന്നായി SSLC, +2 പരീക്ഷകളിൽ 100% വിജയം നേടിയ 13 സ്കൂളുകളെയും എല്ലാ വിഷയങ്ങളിലും A+ നേടിയ 244 വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. കൂടാതെ വിവിധ സ്കോളർഷിപ്പുകൾ നേടിയ 98 വിദ്യാർത്ഥികൾക്കും പുരസ്കാരങ്ങൾ നൽകി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ, തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയ് കൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അമൽ T പ്രേമൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷോല മഹേഷ്, ഷാമില സലീം, MS ഭാസ്കരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഹസീന താജു, ഷൈന മുഹമ്മദ്, രാജിഷ ശിവജി, താരാബാബു, KB സുധ ടീച്ചർ, സന്തോഷ് കേരച്ചൻ, അജ്മൽ ഷെരീഫ്, ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ K ദിലീപ് കുമാർ, വിദ്യാഭ്യാസ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളായ MA ജാഫർ മാസ്റ്റർ, ദീപൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി CM ഗിരീഷ് മോഹൻ എന്നിവർ സംസാരിച്ചു. എനിക്കും ഇത്തവണ ഫുൾ A+ ആണെന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ ചതുലമായ വാക്കുകൾ കേൾക്കാൻ സാധ്യമാവുന്ന വേദികൾ. ഇവിടെയെല്ലാം മത്സര ബുദ്ധി, ഞാനും ഒന്നാമനാവണം എന്ന ഏറ്റവും വാശിയോട് കൂടിയിട്ടുള്ള പഠനങ്ങൾ. പഴയ രീതിയിലല്ല ഇന്ന് കുട്ടികൾ. വളരെ ടാലന്റഡാണ്, ഇൻ്റലിജൻ്റാണ്. പഠനത്തിലും കഴിവിലും എല്ലാം തന്നെ കുട്ടികൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നാട്ടിക മണ്ഡലത്തിൽ തന്നെ നമ്മൾ പൊതുവിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ പുരസ്കാരവും നമ്മൾ നടത്തുകയുണ്ട്. ആയിരക്കണക്കിന് പേരൻസും വിദ്യാർത്ഥികളും സംഘാടകരും സംഗമിക്കുന്ന ഒരു വേദിയായിരുന്നു നമ്മൾ മണ്ഡലത്തിൽ ഒരുക്കിയത്. ഇതിൽ പലരും ആ അനുമോദന പരിപാടിയിൽ പങ്കെടുത്തവരാണ് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ലക്ഷ്യമാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ആ ലക്ഷ്യത്തിലെത്താൻ എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾ തയ്യാറാണ്. എന്താണ് ഞാൻ, ആരാണ് ഞാൻ എന്ന യഥാർത്ഥ ചിന്ത, യഥാർത്ഥ ദിശാബോധം ഒന്ന് നമ്മളിൽ തന്നെ നമ്മളൊന്ന് അളന്നു പരിശോധിക്കുക. ഇടവേള.
Dr. Rishi's Imaging Ultrasound Scan Center and Digital Mammography. Ground floor, Dr. Jyoti's ENT Clinic, Edamuttam. പരിശോധന ഞായറൊഴികെ എല്ലാ ദിവസവും രാവിലെ 9 മുതൽ വൈകുന്നേരം 6 വരെ. ഇടമുട്ടത്തിന് ഇനി അഭിമാനിക്കാം. അൾട്രാസൗണ്ട് സ്കാനിംഗ് മാത്രമല്ല, വേദനയില്ലാതെ കഴുത്തിലെ മുഴകളിൽ നിന്നുള്ള ബയോപ്സി പരിശോധന, അതിസാങ്കേതിക മാമോഗ്രാം, ലിവറിലെ കൊഴുപ്പിന്റെ അളവും കട്ടിപ്പും അറിയാനുള്ള ഇലാസ്റ്റോഗ്രാഫി, കാലുകളിലെയും കഴുത്തിലെയും രക്തസംക്രമണം അറിയാനുള്ള ഡോപ്ലർ എന്നീ പരിശോധനകൾ ഏറ്റവും വിദഗ്ധനായ റേഡിയോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനം. അൾട്രാസൗണ്ട് അബ്ഡോമൻ, നെക്ക്, സോഫ്റ്റ് ടിഷ്യൂസ്, ലിവർ സ്കാൻ, liver fibrosis and fat estimation, color Doppler, USG guided FNAC, digital mammography. For scan booking 7994085566. കേബിൾ ഇന്റർനെറ്റ് സേവനങ്ങൾ ഇനി ഒരൊറ്റ ആപ്പിൽ. നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതം കൂടുതൽ എളുപ്പമാക്കാൻ കേരള വിഷൻ സ്മാർട്ട് ആപ്പ്. പരാതികൾ തൽക്ഷണം രജിസ്റ്റർ ചെയ്യാം, ലൈവായി ട്രാക്ക് ചെയ്യാം. കമ്പനിയുടെ പുതിയ ഓഫറുകളും പാക്കേജുകളും ഉടനടി അറിയാം. ഇ-കൊമേഴ്സ് ഷോപ്പിംഗും ലോക്കൽ സർവീസുകളും വീട്ടിലിരുന്ന് നേടാം. നിങ്ങളുടെ ബ്രോഡ്ബാൻഡ്, ഡിജിറ്റൽ TV എന്നിവയുടെ അന്വേഷണങ്ങൾക്കും പരാതികൾക്കും സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യൂ. കൂടാതെ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. കേരള വിഷൻ സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുത്ത് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ സമ്മാനമായി നേടൂ. ശ്രാവണം 2026. ഇത്തവണയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ ശ്രാവണം അരങ്ങിലെത്തുകയാണ്. തിരുവാതിര, കൈകൊട്ടികളി, ഓണപ്പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, നാടൻപാട്ട് തുടങ്ങി മറ്റ് ഓണാഘോഷ ഗ്രൂപ്പ് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക 8089510449. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ Gold and Diamonds വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ Gold and Diamonds, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. കുട്ടിക്കാലത്ത് എന്ത് ചെയ്യണം? മാവേലിയറിയാൻ പോണം, മൂടി പുതച്ചുറങ്ങണം, സ്കൂളിൽ പോകണം. പണ്ടേ നമ്മൾ മലയാളികൾ സ്കൂളിൽ പോയിരുന്നു. നാടിനൊരു ആപത്ത് വന്നാൽ നാട് വിടും, കണ്ടിൽ നിന്ന് നടിക്കും, കട്ടയ്ക്ക് നിന്ന് നേരിടും. നമ്മൾ മലയാളികളുടെ വിഷൻ എന്നും വലുതായിരുന്നു. അതിപ്പോൾ ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെ കാര്യത്തിലായാലും 41 ലക്ഷത്തിലധികം ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾ, 7000-ലധികം ഓപ്പറേറ്റർ പാർട്ണർമാർ, 2 പതിറ്റാണ്ടിന്റെ വിശ്വാസം. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ്. കേരള വിഷൻ, കേരളത്തിന്റെ വലിയ വിഷൻ. വീണ്ടും വാർത്തകളിലേക്ക്. പടിയം ചൂരക്കോട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ഭക്തിസാന്ദ്രമായി.
ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് സതീശൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇല്ലം നിറ പുത്തരി നിവേദ്യം ചടങ്ങുകൾ നടന്നു. മേൽശാന്തി പഴങ്ങാപ്പറമ്പ് ഹരിനാരായണൻ നമ്പൂതിരി സഹകാർമ്മികനായിരുന്നു. ശേഷം ദേവിക്ക് നിവേദിച്ച ഡോക്ടർ പുന്നപ്പുള്ളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തയ്യാറാക്കിയ ഔഷധ കഷായവും പൂജിച്ച നെൽക്കതിരും ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സുധനൻ എരണേഴത്ത്, സെക്രട്ടറി പാതൂർ മഠം രാമചന്ദ്രൻ സ്വാമി, രാധാകൃഷ്ണൻ PR, രാജീവ് PB, ദീപ പുഷ്കരൻ, രാമൻകുട്ടി നെടുങ്ങാട്ട്, നാരായണൻ കൊലയാമ്പറമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി. ഏങ്ങണ്ടിയൂർ H2O ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഓർഗനൈസേഷൻ വളണ്ടിയർമാരുടെയും ആൽഫ പാലിയേറ്റീവ് കെയർ ആശിഷ് കെയർ ഹോം കുടുംബാംഗങ്ങളുടെയും സ്നേഹസംഗമം ആശിഷ് ഹാളിൽ നടന്നു. ആൽഫ പാലിയേറ്റീവ് കെയർ ഹോം PRO താഹിറ, ഡയാലിസിസ് സെന്റർ സെക്രട്ടറി PK ജയരാജൻ, ആൽഫ അന്തിക്കാട് ലിങ്ക് സെന്റർ പ്രസിഡന്റ് രാമചന്ദ്രൻ ഏങ്ങണ്ടിയൂർ, H2O ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് K നന്ദകുമാർ, സെക്രട്ടറി P രമേശൻ, ട്രഷറർ രാജേഷ് അമ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ ജീവിതത്തിലൊരു പുണ്യം തന്നെയാണ്. നമ്മളെപ്പോലെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹതപ്പെട്ട അവകാശപ്പെട്ട സഹജീവികളാണ് ഇവരും എന്നുള്ളത് നമ്മളിന്നും നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾക്ക് അല്പസമയമെങ്കിലും ഇവരോടൊപ്പം ചേർന്ന് ഈ ദിവസം ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഞങ്ങളോടൊപ്പം 26 H2O വളണ്ടിയർമാരാണ് വന്നിട്ടുള്ളത്. വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ തൊഴിലെടുത്ത് വിശ്രമിക്കുന്നവരും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ള സ്കൂൾ അധ്യാപകരും, റിട്ടയർ ചെയ്ത അധ്യാപകരും, ബിസിനസ് മാൻമാരും, അതുപോലെ തന്നെ സ്റ്റിച്ചിങ് തൊഴിലാളികളും, ഷോപ്പ് നടത്തുന്നവരും, ബ്യൂട്ടീഷ്യൻ കോഴ്സ് നടത്തുന്നവരും, വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ തന്നെ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. സ്നേഹസംഗമത്തിൽ കെയർ ഹോം കുടുംബാംഗങ്ങളായ ശരത്, ജമീല, പ്രഭാകരൻ എന്നിവർ നേതൃത്വം നൽകി. വളണ്ടിയർമാരായ ദിനേശ് ബാബു, രമാദേവി, ശിവദാസ്, മണികണ്ഠൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. കരുണം ചാരിറ്റബിൾ ട്രസ്റ്റ് വളണ്ടിയർ സജിനി ചന്ദ്രൻ, കെയർ ഹോം കുടുംബാംഗം ജൂലിയറ്റ്, അരുൺ കാക്കനാട്ട്, ലിനി മനോഹരൻ എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു. ആൽഫ ആഷിസ് കെയർ ഹോം കുടുംബാംഗങ്ങൾക്ക് ഉപഹാരങ്ങളും നൽകി. എടത്തിരുത്തി പഞ്ചായത്തിൽ മുലയൂട്ടൽ വാരാചരണം നടത്തി. മുലയൂട്ടലിന്റെ മഹത്വവും ശിശുപരിചരണത്തിന്റെ പ്രാധാന്യവും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനായി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തും ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി വേറിട്ട രീതിയിൽ മുലയൂട്ടൽ വാരാചരണം സംഘടിപ്പിച്ചു. ആരോഗ്യ ബോധവൽക്കരണം കുട്ടികളുടെ ചിരിയിലൂടെ എന്ന ആശയത്തിലായിരുന്നു പരിപാടി നടത്തിയത്. പുളിഞ്ചോട് റഹി കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ PI സജിത ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുലപ്പാൽ കുഞ്ഞിന് ആരോഗ്യത്തിന്റെ ആദ്യ സമ്മാനം, അമ്മയ്ക്ക് സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാഷ എന്ന സന്ദേശമുയർത്തി നടന്ന പരിപാടിയിൽ അമ്മമാർക്കായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് EK സുജന ക്ലാസിന് നേതൃത്വം നൽകി. വാരാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബേബി കിങ്, ബേബി ക്വീൻ മത്സരത്തിൽ 2 വയസ്സുവരെയുള്ള 60-ലേറെ കുഞ്ഞുങ്ങൾ പങ്കെടുത്തു. വിജയികൾക്കും പങ്കെടുത്ത കുട്ടികൾക്കും തിരഞ്ഞെടുത്ത അമ്മമാർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ നവമി പ്രസാദ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഐഷ B മുഹമ്മദ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KS സാന്ദ്ര, പബ്ലിക് ഹെൽത്ത് നഴ്സ് ഷഹന യൂസഫ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു C ജേക്കബ്, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR ഹേമ മാലിനി, ഡോക്ടർ TS ജീന, സൈക്കോളജി കൗൺസിലർ റീബ മാത്യു, V ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു.
അണ്ടർ 20 ലോക അത്ലറ്റിക്സിൽ 400 മീറ്ററിൽ മുഹമ്മദ് അഷ്ഫാഖിന് 8ാം സ്ഥാനം. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്റർ ഫൈനലിൽ മലയാളി താരം മുഹമ്മദ് അഷ്ഫാഖ് 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. 46.20 സെക്കൻഡിലാണ് താരം ലക്ഷ്യസ്ഥാനത്തെത്തിയത്. ഫൈനലിൽ പിന്നിലായെങ്കിലും ഹിറ്റ്സിൽ 45.81 സെക്കൻഡിൽ ഓടിയെത്തി പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ചാണ് തൃശൂർ പെരിഞ്ഞനം സ്വദേശിയായ ഈ 19-കാരൻ തിളങ്ങിയത്. ബാംഗ്ലൂരു ഫെഡറേഷൻ കപ്പിലെ തന്റെ തന്നെ പഴയ റെക്കോർഡാണ് അഷ്ഫാഖ് തിരുത്തിയത്. സെമിയിൽ 46 സെക്കൻഡിലായിരുന്നു ഫിനിഷിംഗ്. തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂളിൽ ക്യാപ്റ്റൻ അജിമോന്റെ ശിക്ഷണത്തിൽ ഉയർന്നുവന്ന അഷ്ഫാഖ് സൗത്ത് സോൺ ദേശീയ മീറ്റുകളിൽ സ്വർണ്ണ നേട്ടക്കാരനാണ്. ഹോങ്കോങ് അണ്ടർ 20 മീറ്റിൽ റിലേയിൽ വെങ്കലം നേടിയ ഇന്ത്യൻ സംഘത്തിലും അംഗമായിരുന്നു. പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശിയായ മഠത്തിപ്പറമ്പിൽ അഷ്റഫിന്റെയും ജെസിയുടെയും മകനാണ്. തൃപ്രയാർ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പൊന്നിൻ ചിങ്ങം ഓഫറിന് തുടക്കമായി. ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 1 മുതൽ 31 വരെ ആന്റിക്, നഗാസ്, ചെട്ടിനാട്, കുവൈറ്റി എന്നീ സെലക്ടഡ് ആഭരണങ്ങൾക്ക് 7.99% മാത്രം കൂലി ഈടാക്കുന്നു. കൂടാതെ മറ്റ് ആഭരണങ്ങൾക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭിക്കുമെന്ന് ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം അറിയിച്ചു. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നു പൊന്നിൻ ചിങ്ങം ഓഫർ. ഈ കാലയളവിൽ നഗാസ്, ആൻറ്റിക്ക്, ചെട്ടിനാട്, കുവൈറ്റി എന്നീ പ്രീമിയം സെഗ്മെൻറ്റ് സെലക്റ്റഡ് ഓർണമെൻറ്റ്സിന് 7.99% മാത്രമേ ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഓഫർ ഓഗസ്റ്റ് 31 വരെ മാത്രമേ ഉള്ളൂ. കൂടാതെ മറ്റെല്ലാ ആഭരണങ്ങൾക്കും ഈ കാലയളവിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി 18, 14, 9 ക്യാരറ്റ് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിട്ടുണ്ടെന്ന് ഇഷാര MD സാഗർ പോട്ടയിലും അറിയിച്ചു. എല്ലാ കസ്റ്റമേഴ്സിനും PRO ഉബൈദു ഓണാശംസകൾ നേർന്നു. എല്ലാ മാന്യ കസ്റ്റമേഴ്സിനും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അഡ്വാൻസ് ഓണം ആശംസകൾ നേരുന്നു. ഈ ഓഫർ ഇഷാരയുടെ കൊടകര ഷോപ്പിലും ലഭിക്കുമെന്ന് ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ അറിയിച്ചു. ഇഷാരയുടെ സ്ഥിരം കസ്റ്റമറാണ്. ഒരു ചെയിൻ എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഓണത്തിൻ്റെ ഓഫർ നടക്കണമെന്ന് പറഞ്ഞത്. ഈ ചെയിനൊക്കെ 7.9 പണിക്കൂലി വരുന്നുള്ളൂ. പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങളൊക്കെ ഞാൻ മാറ്റി ഞാനൊരു നെക്ലേസ് എടുക്കാൻ തീരുമാനിച്ചു. നാട്ടിക 12ാം കല്ലിന് പടിഞ്ഞാറ് ഭാഗം മരത്തേഴത്ത് പരേതനായ പ്രഭാകരന്റെ ഭാര്യ കമല അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തി. കഴിമ്പ്രം പോഴേക്കടവിൽ മഹാത്മന്റെ മകൻ രഞ്ജീവ് മസ്കറ്റ് സോഹാറിൽ വെച്ച് അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സോഹാറിൽ ബിസിനസ് നടത്തിവരികയായിരുന്നു. ഭാര്യ പ്രീതി രഞ്ജീവ്, മക്കൾ ദയൻ, അഭിനേഷ്. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മതിലകം പുതിയകാവ് പാപ്പിനിവട്ടം AMUP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ശോചനീയാവസ്ഥയിലായ ഇടശ്ശേരി സുനാമി സങ്കേതത്തിൽ MLAയും ജില്ലാ കളക്ടറും സന്ദർശനം നടത്തി. CP ട്രസ്റ്റിന്റെ നവോത്ഥാനം കാർഷിക പരിപാടിക്ക് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി T. സിദ്ദീഖ് തുടക്കം കുറിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.